പ്രതികൂല ആഗോള ഘടകങ്ങളുടെ സ്വാധീനം കാരണം കഴിഞ്ഞ ഏതാനും മാസങ്ങളെ ആഭ്യന്തര വിപണി നേരിടുന്ന കടുത്ത ചാഞ്ചാട്ടത്തിന് ഒരു പരിധിവരെ ശമനമായതോടെ 3 മാസത്തോളം ഏറെക്കുറെ ശുഷ്കമായിരുന്ന കമ്പനികളുടെ പ്രാരംഭ പൊതുഓഹരി വിൽപ്പന നടക്കുന്ന അല്ലെങ്കിൽ IPO അരങ്ങേറുന്ന പ്രൈമറി മാർക്കറ്റ് അഥവാ പ്രാഥമിക വിപണിയും നഷ്ടപ്പെട്ടുപോയ താളം സാധനത്തിൽ തിരികെ പിടിക്കുകയാണ്. മെയ് 26 മുതൽ 30 വരെയുള്ള അടുത്ത വ്യാപാരാഴ്ചയിൽ മെയിൻബോർഡ് വിഭാഗത്തിൽ അഥവാ മുഖ്യധാരയിൽ നിന്നുള്ള 3 കമ്പനികളാണ് IPOയുമായി പ്രാഥമിക വിപണിയിലേക്ക് കടന്നെത്തുന്നത്. അതേസമയം ആഭ്യന്തര വിപണിയിൽ ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു വിഭാഗം ഓഹരിയുടെ വാല്യുവേഷൻ എക്സ്പെൻസീവാണ്, അതീവ മൂല്യമതിപ്പിൽ അധികരിച്ച അവസ്ഥയിൽ തന്നെ തുടരുന്നതിനാൽ വൻകിട നിക്ഷേപ സ്ഥാപനങ്ങൾ സമീപകാലത്തെ പുതിയ കമ്പനികളുടെ IPO ഘട്ടത്തിൽ ഓഹരികൾക്കായി അപേക്ഷിക്കുന്ന പ്രവണതയും വർദ്ധിച്ചു വരുന്നുണ്ടായിരുന്നു. കാരണം IPO നടപടികൾ വിജയിക്കുന്നതിനെ താരതമ്യേന മികച്ച വാല്യുവേഷൻ നിലവാരത്തിലാകും ഓഹരിയുടെ ഇഷ്യൂവിലെ കമ്പനികൾ നിശ്ചയിക്കുക എന്ന നിഗമനമാണ് ഇതിന് പിന്നിലുള്ള യുക്തി. അതായത് ആഭ്യന്തര ഓഹരി വിപണിയുടെ സമീപകാല സാഹചര്യത്തിൽ താരതമ്യേന ഭേദപ്പെട്ട നിക്ഷേപ മാർഗമായ പുതിയ IPOകളെ വൻകിട നിക്ഷേപ സ്ഥാപനങ്ങളും കണക്കാക്കുന്നുണ്ടെന്ന് ചുരുക്കം. ഇത് IPOകൾക്ക് ലിസ്റ്റിംഗ് നേട്ടം കരസ്ഥമാക്കാൻ സഹായിക്കുമോ എന്നത് മറ്റൊരു ചോദ്യമാണെങ്കിലും ഈ നീക്കം തിരിച്ചറിഞ്ഞ ഒരു വിഭാഗം റീറ്റെയിൽ നിക്ഷേപകർ പ്രാഥമിക വിപണിയിൽ അരങ്ങേറുന്ന പുതിയ IPOകളിൽ ഭാഗ്യപരീക്ഷണത്തിന് തുനിയുന്നുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിൽ മെയ് മാസത്തിലെ അവസാന ആഴ്ചയിൽ പ്രൈമറി മാർക്കറ്റിൽ കടന്നെത്താൻ 3 IPOയുടെ വിശദാംശങ്ങൾ നോക്കാം. ആദ്യം ഏജിസ് വൊപാക് ടെർമിനൽസ്. ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ് അഥവാ LPG ഉൾപ്പെടെ ദ്രാവകാവസ്ഥയിലുള്ള വിവിധ ഉൽപ്പന്നങ്ങൾ സംഭരിക്കുന്നതിനുള്ള സ്റ്റോറേജ് ടെർമിനലുകൾ സ്വന്തമായുള്ളതും പ്രവർത്തിപ്പിക്കുന്നതുമായ സ്വകാര്യ കമ്പനിയാണ് ഏജിസ് വൊപാക് ടെർമിനൽസ് ലിമിറ്റഡ്. പ്രധാനമായും ഗ്യാസ് ടെർമിനൽ, ലിക്വിഡ് ടെർമിനൽ എന്നിങ്ങനെ 2 വിഭാഗങ്ങളിലായാണ് കമ്പനിയുടെ പ്രവർത്തനം. 2024 ജൂണിലെ കണക്കുകൾ പ്രകാരം ലിക്വിഡ് ഉൽപ്പന്നങ്ങൾക്കായി 15 ലക്ഷം ക്യൂബിക് മീറ്റർ സംഭരണ ശേഷിയും LPGക്ക് വേണ്ടി 78,000 മെട്രിക് ടൺ സംഭരണ ശേഷിയും കമ്പനിക്ക് സ്വന്തമായുണ്ട്. അതേസമയം 2025 മെയ് 26 മുതൽ 28 വരെയാണ് ഏജിസ് വൊപാക് ടെർമിനൽസിൻ്റെ IPO അരങ്ങേറുക. 10 രൂപ ഫേസ് വാല്യൂയുള്ള ഓരോ ഓഹരിക്ക് 223 രൂപ മുതൽ 235 രൂപ പരിധിയിലാണ് പ്രൈസ് ബാൻഡ് നിശ്ചയിച്ചിരിക്കുന്നത്. ആകെ 3,500 കോടി രൂപ IPO മുഖേന സമാഹരിക്കാനാണ് ഏജിസ് വൊപാക് ടെർമിനൽസ് ലക്ഷ്യമിടുന്നത്. ഇത് പൂർണ്ണമായും ഫ്രഷ് ഇഷ്യൂ മുഖേനയാണെന്നതും ശ്രദ്ധേയം. കമ്പനിയുടെ വികസനങ്ങൾക്കും മറ്റ് ആവശ്യങ്ങൾക്ക് ആയിരിക്കും IPOയുടെ കണ്ടെത്തുന്ന പണം വിനിയോഗിക്കപ്പെടുക എന്ന് തന്നെ കാരണം. BSE, NSE തുടങ്ങിയ ദേശീയ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിലെ ജൂൺ 2-നകം ഏജിസ് വൊപാക് ടെർമിനൽസ് ഓഹരികൾ ലിസ്റ്റ് ചെയ്യപ്പെടുക. നിലവിൽ ഈ ഓഹരിക്ക് ഗ്രേ മാർക്കറ്റ് പ്രീമിയം രേഖപ്പെടുത്തിയിട്ടില്ല. രണ്ടാമതായി ഷോസ് ബാംഗ്ലൂർ. രാജ്യത്തെ പ്രമുഖ ആഡംബര ഹോട്ടൽ ശൃംഖലയായ ദി ലീല ബ്രാൻഡിൻ്റെ ഉടമസ്ഥരാണ് ഷോസ് ബാംഗ്ലൂർ ലിമിറ്റഡ്. ലോകത്തെ ഏറ്റവും വലിയ ഓൾട്ടർനേറ്റീവ് ഇൻവെസ്റ്റ്മെൻറ്റ് മാനേജ്മെൻറ്റ് കമ്പനികളിലൊന്നും കാനഡ കേന്ദ്രമാക്കിയുള്ള ബ്രൂക്ക്ഫീൽഡ് കോർപ്പറേഷൻ്റെ പിന്തുണയോടെ പ്രവർത്തിക്കുന്ന സ്ഥാപനമാണിത്. 2024 മെയ് വരെയുള്ള കണക്കുകൾ പ്രകാരം ദി ലീല പാലസസ്, ദി ലീല ഹോട്ടൽസ്, ദി ലീല റിസോർട്ട്സ് തുടങ്ങിയ വിഭാഗങ്ങളിലായി പ്രവർത്തന സജ്ജമായ 12 ഹോട്ടലുകളും ഇവയിൽ മൊത്തം 3,352 റൂമുകളും കമ്പനിക്ക് സ്വന്തമായുണ്ട്. ഇതിൽ ബംഗളൂരു, ചെന്നൈ, ന്യൂഡൽഹി, ജയ്പൂർ, ഉദയ്പൂർ എന്നിവിടങ്ങളിലെ ഹോട്ടലുകൾ പ്രശസ്തി ആർജിക്കുകയും ആ നഗരങ്ങളുടെ മുഖമുദ്രകളൊന്നായി മാറുകയും ചെയ്തിട്ടുള്ളവയാണ്. അതേസമയം 2025 മെയ് 26 മുതൽ 28 വരെയാണ് ഷോസ് ബാംഗ്ലൂർ IPO അല്ലെങ്കിൽ ലീല ഹോട്ടൽ IPO അരങ്ങേറുക. 10 രൂപ ഫേസ് വാല്യൂ ഉള്ള ഒരു ഓഹരിക്ക് 423 മുതൽ 435 രൂപ പരിധിയിലാണ് പ്രൈസ് ബാൻഡ് നിശ്ചയിച്ചിരിക്കുന്നത്. ആകെ 3,500 കോടി രൂപ IPO മുഖേന സമാഹരിക്കാനാണ് ഷോസ് ബാംഗ്ലൂർ ലക്ഷ്യമിടുന്നത്. ഫ്രഷ് ഇഷ്യൂ, ഓഫർ ഫോർ സെയിൽ അഥവാ OFS എന്നീ മാർഗ്ഗങ്ങളിലൂടെയാവും ഫണ്ട് സമാഹരിക്കുന്നത്. ഇതിൽ പുതിയ ഓഹരികൾ അനുവദിക്കുന്ന ഫ്രഷ് ഇഷ്യൂ മുഖേന 2,500 കോടി രൂപയും നിലവിലെ നിക്ഷേപകർ കൈമാറുന്ന ഓഹരി വഴിയുള്ള OFSയുടെ 1,000 കോടി രൂപയും വീതമാകും പ്രാഥമിക വിപണിയിൽ നിന്നും സമാഹരിക്കുക. BSE, NSE തുടങ്ങിയ എക്സ്ചേഞ്ചുകളായി ജൂൺ 2-നകം ഷോസ് ബാംഗ്ലൂർ അഥവാ ഹോട്ടൽ ലീല ഓഹരി ലിസ്റ്റ് ചെയ്യപ്പെടുക. നിലവിൽ ഈ ഓഹരിക്ക് 21 രൂപയുടെ ഗ്രേ മാർക്കറ്റ് പ്രീമിയം രേഖപ്പെടുത്തിയിട്ടുണ്ട്. മൂന്നാമത് പ്രോസ്ട്രം ഇൻഫോസിസ്റ്റംസ്. പവർ സൊല്യൂഷൻ ഉൽപ്പന്നങ്ങളുടെ രൂപകൽപ്പന, നിർമ്മാണം, വിപണനം എന്നിവയിൽ ശ്രദ്ധയൊന്നിരിക്കുന്ന സ്വകാര്യ കമ്പനിയാണ് പ്രോസ്ട്രം ഇൻഫോസിസ്റ്റംസ് ലിമിറ്റഡ്. 2008-ലാണ് കമ്പനിയുടെ തുടക്കം. UPS സിസ്റ്റംസ്, ഇൻവെർട്ടർ സിസ്റ്റംസ്, സോളാർ ഹൈബ്രിഡ് ഇൻവെർട്ടർ സിസ്റ്റംസ്, ലിഥിയം അയോൺ ബാറ്ററി പാക്കുകൾ, വോൾട്ടേജ് സ്റ്റെബിലൈസർ എന്നിവയൊക്കെ പ്രോസ്ട്രം ഇൻഫോസിസ്റ്റംസ് വിപണിയിൽ എത്തിക്കുന്നുണ്ട്. നിലവിൽ 100% ഓഹരികളും പ്രൊമോട്ടറിൻ്റെ കൈവശമുള്ള കമ്പനിയാണിത്. അതേസമയം 2025 മെയ് 27 മുതൽ 29 വരെയാണ് പ്രോസ്ട്രം ഇൻഫോസിസ്റ്റംസിൻ്റെ IPO അരങ്ങേറുക. 10 രൂപ ഫേസ് വാല്യൂയുള്ള ഒരു ഓഹരിക്ക് 95 മുതൽ 105 രൂപ പരിധിയിലാണ് പ്രൈസ് ബാൻഡ് നിശ്ചയിച്ചിരിക്കുന്നത്. ആകെ 162 കോടി രൂപ IPO മുഖേന സമാഹരിക്കാനാണ് പ്രോസ്ട്രം ഇൻഫോസിസ്റ്റംസ് ലക്ഷ്യമിടുന്നത്. ഇത് പൂർണ്ണമായും ഫ്രഷ് ഇഷ്യൂ മുഖേനയാണെന്നും ശ്രദ്ധേയം. കമ്പനിയുടെ വികസന പ്രവർത്തനങ്ങൾക്കും മറ്റ് ആവശ്യങ്ങൾക്കും IPOയുടെ കണ്ടെത്തുന്ന പണം പൂർണ്ണമായി വിനിയോഗിക്കപ്പെടും എന്നത് തന്നെ കാരണം. BSE, NSE തുടങ്ങിയ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിലെ ജൂൺ 3-നകം പ്രോസ്ട്രം ഇൻഫോസിസ്റ്റംസ് ഓഹരി ലിസ്റ്റ് ചെയ്യപ്പെടുക. നിലവിൽ ഈ ഓഹരിക്ക് ഗ്രേ മാർക്കറ്റ് പ്രീമിയം രേഖപ്പെടുത്തിയിട്ടില്ല. ഡിസ്ക്ലെയിമർ: മേൽ സൂചിപ്പിച്ച IPOകളുമായി ബന്ധപ്പെട്ടവരും പഠനാവശ്യർത്ഥം നൽകുന്നതാണ്. നിക്ഷേപത്തിനായുള്ള നിർദ്ദേശമോ ഉപദേശമോ അല്ല. IPOയിൽ നിക്ഷേപിക്കുന്നതിന് മുമ്പ് കമ്പനിയെക്കുറിച്ച് സ്വന്തം നിലയിൽ കൂടുതൽ പഠനം നടത്തിയോ SEBI അംഗീകൃത സാമ്പത്തികത്തിലുള്ള മാർഗ്ഗദർശനം തേടി നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും ഈ ടീമിലുള്ള ഫോളോ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റു വിഷയമായി വീണ്ടും കാണാം.